മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം കോട്ടക്കലിൽ ഒരു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കാടമ്പുഴ പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാനാണ് സാധ്യത. കുഞ്ഞു മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണെന്ന ആരോപണം വ്യാപകമായതോടെയാണ് നടപടി. ഒരു വയസ്സുകാരന്റെ മാതാപിതാക്കൾ അശാസ്ത്രീയമായ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വീട്ടിൽ ജനിച്ച കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പും വിശദമാക്കുന്നത്. സംഭവത്തിൽ പോലീസ് രക്ഷിതാക്കളുടെ മൊഴിയെടുക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങി. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഹിറ അറീറ നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് ആരോഗ്യവകുപ്പും പോലീസും പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കോട്ടയ്ക്കലിൽ ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് ഒരു വയസ്സുകാരൻ SN അർഹാൻ മരണപ്പെട്ടത്. പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചുവെന്നാണ് മാതാപിതാക്കൾ സമീപവാസികളോട് പറഞ്ഞത്. ഇന്ന് രാവിലെ തന്നെ കുട്ടിയുടെ കവറടക്കവും നടത്തി. തൊട്ടു പിന്നാലെയാണ് കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ആരോഗ്യവകുപ്പിന് പരാതി ലഭിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് ആരോപണം. മഞ്ഞപ്പിത്തം ചികിത്സിച്ച് മാറ്റാത്തതാണോ മരണകാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. പരാതിയുടെ പശ്ചാത്തലത്തിൽ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടക്കും. അക്യുപഞ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ ഹറീറ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. വീട്ടിൽ വെച്ചായിരുന്നു ഇവർ കുട്ടിയെ പ്രസവിച്ചതും. ശക്തമായ നടപടിയെടുക്കണം. 2 മാസമായി മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ടുണ്ട്. അവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അടുത്ത് ഡോക്ടർ ഉണ്ടായിട്ട് പോലും അവർ കാണിച്ചില്ല. അവർ അവരുടെ വിശ്വാസത്തിൽ തുടരുകയാണ് ചെയ്തത്. കുട്ടിയുടെ വായിൽ നിന്ന് രക്തസ്രാവമുണ്ട്. ശരീരമാസകലം മഞ്ഞ കളറുമുണ്ട്. മയ്യത്ത് കണ്ടുവന്നവർ പറയുന്നു. കഴിഞ്ഞ ദിവസം 4 മണിക്കാണ് മരിച്ചത്. മരിച്ചു എന്നുള്ളത് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അവസാനം ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് മരണം ഉറപ്പുവരുത്തുകയാണ് ഉണ്ടായത്. എന്ത് സംഭവിച്ചാലും അലോപ്പതി മരുന്നുകളെ ആശ്രയിക്കില്ല എന്ന ഇവരുടെ ദൃഢനിശ്ചയവും അന്ധവിശ്വാസവുമാണ് ഇതിന് കാരണം എന്നായിരുന്നു സുമയ്യ ഉസ്മാൻ എന്നൊരാൾ സോഷ്യൽ മീഡിയയിൽ കമന്റായി കുറിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ചാൽ കൃത്യമായി പരിശോധിച്ച് ചികിത്സ ആവശ്യമാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടവും. ഇനിയെങ്കിലും മറ്റുള്ളവർ അബദ്ധം ചെയ്യരുത്. എന്തൊരു വിധിയാണ് ആ കുഞ്ഞിന്റെ. ഇത്രയും വിവരമില്ലാത്ത മാതാപിതാക്കളോ രണ്ടും അനുഭവിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷക പ്രതികരണം. ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി നിരോധിക്കണം. കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ കൊടുക്കണം. മരിച്ച കുഞ്ഞിന് ആദരാഞ്ജലികൾ. വീട്ടുകാർക്ക് ദുഃഖം കാണാൻ വഴിയില്ല. ഇനിയൊരു കുഞ്ഞിനും ഇത്തരം ദുരവസ്ഥ കൊടുക്കരുതെന്ന് പ്രതികരിക്കുന്നവരുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അക്യുപങ്ചർ ചികിത്സയിലൂടെ പ്രസവവും മറ്റും നടത്തി ജീവൻ അപകടത്തിലാവുന്ന വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവയിൽ നിന്നെല്ലാം ദാരുണമാണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ. ഒരു വയസ്സിനുള്ളിൽ ഒരിക്കൽ പോലും രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിരുന്നില്ല. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും വേണ്ട ചികിത്സയോ നൽകിയില്ല. അക്യുപഞ്ചറിസ്റ്റായ ഹിറ ഹറീറ കുഞ്ഞ് ജനിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അങ്ങനെ നമ്മുടെ യാതൊരു കൈകടത്തലും ഇല്ലാതെ ശരീരത്തിന്റെ പ്രകൃതിപരമായ പ്രവർത്തനത്തിലൂടെ വീട്ടിൽ സമാധാന അന്തരീക്ഷത്തിലുള്ള പ്രസവം എന്ന വലിയൊരു ആഗ്രഹം സാധിച്ചു. പടച്ച റബ്ബിന് 1000 ശുക്ർ. എനിക്ക് 2ാമത്തെ ഗർഭം 9ാം മാസവും 12ാം ദിവസവും തികഞ്ഞിരിക്കെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെറുതായ ലക്ഷണം തോന്നി. പ്രസവം ഇന്നുണ്ടാകുമെന്ന് തോന്നൽ. വേദന വരാൻ കാത്തിരുന്ന എന്റെ മനസ്സിൽ യാതൊരു ബേജാറുമില്ലായിരുന്നു. പ്രസവിക്കാൻ പോകുന്നു എന്ന വല്ലാത്തൊരു സന്തോഷവും സമാധാനവും മാത്രം. ഞങ്ങളുടെ കുഞ്ഞു വിരുന്നുകാരനെ അല്ലെങ്കിൽ വിരുന്നുകാരിയെ വരവേൽക്കുവാനുള്ള ആകാംക്ഷയായിരുന്നു. സുബഹ് നമസ്കാരം കഴിഞ്ഞ് പുലർച്ചെ തന്നെ കുളി കഴിഞ്ഞു. പതിവില്ലാതെ ഒന്ന് കണ്ണെഴുതുവാനും മുടി ഭംഗിയിൽ കെട്ടിയൊതുക്കുവാനും ഒക്കെ തോന്നി. വുദു എടുത്ത് എല്ലാം എളുപ്പമാക്കുവാൻ 2 റകാത്ത് സുന്നത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് ഖുറാനും ഓതി ബാക്കി ഒരുക്കങ്ങളിലേക്ക് കടന്നു. ഹസ്ബൻഡിന്റെ ഉമ്മ പുലർച്ചെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാൻ കുറച്ചു ദൂരം വരെ പോയതായിരുന്നു. വീട്ടിൽ ഞാൻ, മോൾ, നവാസ്ക, ഉപ്പയും മാത്രം. ഉമ്മ സമാധാനമായി പോയി വരട്ടെ എന്ന് കരുതി ലക്ഷണം തുടങ്ങിയ കാര്യം അറിയിച്ചില്ല. വീട്ടിൽ കുറച്ച് ഭാഗങ്ങളെല്ലാം അടിച്ചുവാരി തുടച്ച് ബാത്റൂം കഴുകൽ കുളിയോടൊപ്പം കഴിച്ചിരുന്നു. വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനിട്ടു. അതിനിടയിൽ തലേന്ന് വിളിച്ച ഒരു പേഷ്യന്റ് വന്നു. അവരെ ട്രീറ്റ്മെന്റ് അക്യുപഞ്ചർ ചെയ്തു കൊടുത്ത് പറഞ്ഞയച്ചു. മോളെ കുളിപ്പിച്ചൊരുക്കി ഭക്ഷണം കൊടുത്ത് പ്രസവമാകുമ്പോഴേക്കും എന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ റെഡിയാക്കി. അനിയനോട് ഉച്ചയ്ക്കുള്ള മീനും മറ്റു സാധനങ്ങളും വാങ്ങി ഉമ്മയെയും കൂട്ടി വരുവാൻ പറഞ്ഞു. വേദന തുടങ്ങിയാൽ സഹായത്തിന് ഉമ്മമ്മയെയും വിളിക്കുവാനായിരുന്നു ഉദ്ദേശം. ഉമ്മയോട് നിങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞ് പതിയെ വന്നാൽ മതിയെന്നും പറഞ്ഞു. പ്രസവ വേദന കൂടി ഞാൻ കിടക്കുമ്പോഴേക്കും അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവും ജ്യൂസും മറ്റുമെല്ലാം റെഡിയാക്കാമെന്ന് കരുതി. അരി അടുപ്പത്തിട്ടു. മറ്റു വിഭവങ്ങളും റെഡിയാക്കി. വേദന വരുമ്പോൾ ഇരിക്കും, വീണ്ടും പണികളിൽ ഏർപ്പെടും. ചെയ്തു തീർക്കുവാൻ കരുതി ഏറെക്കുറെ പണികളെല്ലാം തീർത്തു. 1 മണി ആയപ്പോഴേക്കും അനിയനും ഉമ്മമ്മയും എത്തി. അപ്പോഴേക്കും വേദനയുടെ കടുപ്പം കൂടി വരുന്നുണ്ടായിരുന്നു. എളുപ്പത്തിൽ മീൻകായം തേച്ച് ചട്ടിയിലിട്ടു. 1:45 ഉപ്പ ഭക്ഷണം കഴിക്കുവാൻ വന്നപ്പോൾ ഞാൻ അടുക്കളയിലുണ്ട്.
വേദന തുടങ്ങിയത് ഉപ്പയോടും പറഞ്ഞിട്ടില്ല. ബാക്കി അടുക്കള ക്ലീനിങ് ഉമ്മമ്മനെ ഏൽപ്പിച്ചു. നവാസ്കയോട് കരിക്ക് വെട്ടുവാനും പറഞ്ഞു. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല. എനിക്ക് വിശപ്പില്ലായിരുന്നു. മരുന്നോ ഗ്ലൂക്കോസോ ഒന്നുമില്ലാതെ നമ്മുടെ ക്ഷീണത്തിനുള്ള ഗ്ലൂക്കോസ് ഒന്നാം തരം കരിക്ക് തന്നെ. റൂമിൽ പോയി പ്രസവത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പോഴേക്കും 2 മണി. വേദന മുറുകുമ്പോൾ കിടക്കുന്നതിലേറെ ഇരിക്കുന്നതിലാണ് എനിക്ക് കംഫർട്ട് തോന്നിയത്. അതിനാൽ കുറച്ചു സമയം തൂങ്ങിപ്പിടിച്ചു നിൽക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്തു. ഉമ്മമ്മ കൂടെ നിന്ന് പതിയെ തലോടി തന്നു. 3.5 വയസ്സായ എന്റെ മോളും ഇടയ്ക്ക് വന്ന് മുഖത്ത് തടവുകയും ഉമ്മ തരികയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്റെ വേദന കണ്ട് ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അവളുടെ മുഖത്ത് കുട്ടി വരുന്നതിലുള്ള സന്തോഷമാണ്. ഏകദേശം 2:15 ആയപ്പോഴേക്കും കട്ടിലിന്മേൽ ഒരു സൈഡിൽ വിരിച്ചു കിടന്നു. നവാസ്ക എന്റെ കൈ പിടിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു. വേദന ശക്തമായെങ്കിലും കുട്ടിയുടെ തല തിരിഞ്ഞിട്ടില്ല. ഇനിയും സമയമെടുക്കുമായിരിക്കുമെന്ന് ഞാൻ നവാസ്കയെ സമാധാനപ്പെടുത്തി. വേദന കൂടിയിട്ടുണ്ടെന്നറിഞ്ഞ് ഉമ്മയും ഉപ്പയും അനിയത്തിമാരും വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറപ്പെട്ടിരുന്നു. 20 മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരത്തിലാണ് എന്റെ വീട്. 2:50 അവർ മുറ്റത്തെത്തിയപ്പോൾ നവാസ്ക അവരെ കൂട്ടാൻ പുറത്തേക്ക് പോയി. അപ്പോഴും വയറിൽ തൊട്ടു നോക്കുമ്പോൾ തല തിരിഞ്ഞിട്ടോ കുട്ടി താഴ്ന്നിട്ടോ ഇല്ല എന്ന് തോന്നി. എന്നാൽ വേദന നല്ല കഠിനമാകുന്നുണ്ട്. അവിടുന്ന് 2 മിനിറ്റ് പോലും എടുത്തില്ല. തല തിരികെ തന്നെ പെട്ടെന്ന് അടിയിൽ വന്ന് മുട്ടുകയും അടുത്ത വേദനയിൽ കുഞ്ഞ് പുറത്തെത്തുകയും ചെയ്തു. അനിയത്തി വാതിൽ തുറന്ന് വന്നതും കുഞ്ഞ് പുറത്തേക്ക് ഒഴുകിയെത്തിയതും ഒപ്പമായിരുന്നു. പുറത്തു ചാടുമ്പോൾ ഉമ്മമ്മയാണ് കുട്ടിയെ കൈകാട്ടി പിടിച്ചത്. അതുവരെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന നവാസ്ക കുഞ്ഞ് പുറത്തു വരുന്ന ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് നവാസ്കയും ഉമ്മയും റൂമിലേക്ക് ഓടി വന്നത്. മോളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സന്തോഷം പ്രകടിപ്പിച്ച് ഓടി വന്നു. എല്ലാവർക്കും സന്തോഷത്താലും കണ്ണീരാലും ചുവന്നു തൊടുത്തു മുഖം. ഉമ്മ കുഞ്ഞിനെ തുടച്ചെടുത്ത് പിടിച്ചു തന്ന നവാസ്ക ക്ലിപ്പ് അമർത്തി. ഞാൻ പൊക്കിൽ കൊടി മുറിച്ചു. അനിയനും ഉപ്പമാരും വന്ന് കുഞ്ഞിനെ കണ്ടു. ജനന വിവരമറിഞ്ഞ് രോഗസന്ദർശനത്തിന് പോയ ഉമ്മയും പെട്ടെന്ന് ഓടിയെത്തി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിലായിരുന്നു എന്റെ പ്രസവം. അൽഹംദുലില്ലാ. ബ്രീച്ച് പ്രസന്റേഷനിൽ കുഞ്ഞിക്കാലുകളാണ് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ തന്നെ ഒറ്റ സെക്കൻഡിനുള്ളിൽ വളരെ സുഗമമായി കുട്ടി മുഴുവനായും പുറത്തേക്ക് വന്നു. സുബ്ഹാനല്ല. വേദനയുടെ കാഠിന്യത്തിനപ്പുറം എത്ര സുഖമുള്ള അനുഭവം. സുഖപ്രസവം. അത്രത്തോളം ഓരോ നിമിഷവും ആസ്വദിച്ച് അനുഭവിച്ച എന്റെ ജീവിതത്തിലെ ഒരു മുഹൂർത്തം. പ്രസവം കഴിഞ്ഞ് 10 മിനിറ്റുള്ളിൽ ചെറിയൊരു വേദനയോടുകൂടി മറുപിള്ളയും വന്നു. ഞാൻ എണീറ്റ് കുളിച്ച് ഞങ്ങളുടെ കുഞ്ഞു വിരുന്നുകാരനെയും കൂട്ടി അവൻ ഭൂമിയിലേക്ക് പിറന്നു വീണ ഞങ്ങളുടെ മുറിയിലെ കട്ടിലിൽ തന്നെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. അല്ലാഹുവിന് പറഞ്ഞാൽ തീരാത്ത ഹംദുകൾ. ഇന്ന് ഹോസ്പിറ്റലുകളിലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളോടും കൂടി മാത്രം നടക്കുന്ന പ്രസവം എന്ന പ്രക്രിയ വളരെ സിമ്പിളായി വീട്ടിൽ നടക്കുമ്പോൾ കൂടെയുള്ള ഉമ്മമ്മയ്ക്കോ നവാസ്കയ്ക്കോ എനിക്കോ ഒരു തരി ആശങ്കയോ പേടിയോ ഇല്ലായിരുന്നു എന്നത് ഇത് തന്നെ വളരെയേറെ ആശ്വാസം നൽകി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രകൃതിപരമായ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അടിയുറച്ച തീരുമാനവും മനസ്സിനെ ഒരു തരി പതറാതെ നിർത്തുകയും പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി കഴിയുകയും ചെയ്തു. എടുത്തു പറയാനുള്ളത്, പ്രഗ്നൻസി പീരീഡിൽ ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോവുകയോ സ്കാനിങ്ങോ മറ്റു ചെക്കപ്പുകളോ നടത്തുകയോ ചെയ്തിട്ടില്ല. യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല. ഗർഭിണിയായാൽ വെള്ളവും ഭക്ഷണവും 2 ആൾക്കുള്ളത് കഴിക്കണമെന്നും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കണമെന്നുമുള്ള തെറ്റായ പൊതുബോധത്തിന് വിപരീതമായി ദാഹത്തിനനുസരിച്ച് മാത്രം വളരെ കുറച്ചു വെള്ളവും 1-2 നേരം മാത്രം എനിക്ക് ഇഷ്ടം തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രവും കഴിച്ച് ഈത്തപ്പഴവും വത്തക്കയും ഒരു മുറുക്ക് വെള്ളവും മാത്രമുള്ള അത്താഴം കൊണ്ട് മുഴുവൻ നോമ്പുമെടുത്ത് ഗർഭകാലം കഴിച്ചു കൂട്ടിയതിനാലാണ് എന്റെ ഗർഭകാലവും പ്രസവവും ഇത്ര സുഗമമായതെന്ന് എനിക്ക് പറയാൻ കഴിയും. എന്നിട്ടും ഞാൻ 7 കിലോ വെയിറ്റ് കൂടി. കുട്ടി 2.600 കിലോഗ്രാം. ഒന്നാമത്തെ കുട്ടിയുടെ അതേ തൂക്കം തന്നെ. പാലും ഒട്ടും കുറവില്ല. ഗർഭകാലം മാക്സിമം 9 മാസം 7 ദിവസം എന്ന ഇക്കാലത്തെ കണക്കിനെ തെറ്റിച്ച് 9 മാസം 12-ാം ദിവസമാണ് ഞാൻ പ്രസവിച്ചത്. തലയ്ക്ക് പകരം കാലാണ് ആദ്യം വന്നത്. എന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കയ്യിൽ നിന്ന് സോപ്പ് വഴുതി വീഴും പോലെ കുട്ടി മുഴുവനായും പുറത്തേക്ക് ചാടി. പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം തുറന്നിടുന്ന ഇക്കാലത്ത് ചെറിയൊരു പൊട്ടൽ പോലും വജൈനൽ ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ് എന്നെ ഏറെ കൗതുകപ്പെടുത്തി. അതിനാൽ തന്നെ പ്രസവം കഴിഞ്ഞാലും ഉടൻ നടക്കാനും ഇരിക്കാനും എന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യുവാനും അനായാസം കഴിയുന്നു. പ്ലാസന്റയും ഗർഭപാത്രത്തിൽ നിന്നുള്ള മറ്റു മാലിന്യങ്ങളും നമ്മൾ വലിച്ചെടുക്കുകയോ ഉള്ളിൽ ക്ലീൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ശരീരം തന്നെ സ്വയം അത് മുഴുവനായും പുറന്തള്ളുന്നു. പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനും തലോടാനുമെല്ലാം സ്വന്തക്കാർ അരികിൽ ഉണ്ടാവുക എന്നത് ഏതൊരു സ്ത്രീയുടെയും വലിയ ആഗ്രഹമായിരിക്കും. പ്രിയതമനും ഉമ്മയ്ക്കും അടക്കം വേണ്ടപ്പെട്ടവരുടെ എല്ലാം നിറസാന്നിധ്യം ആ സമയത്ത് എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ ഭാഗ്യവതിയാണ് എന്നായിരുന്നു ആ പോസ്റ്റ്. സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ പോലും അക്യുപഞ്ചർ രീതിയിലൂടെ കുഞ്ഞിന് വീടിനുള്ളിൽ വെച്ച് തന്നെ ജന്മം നൽകുന്നു. പക്ഷെ ഇന്ന് വരെ ആ കുഞ്ഞിന് ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകൾ പോലും നൽകിയില്ല എന്നുള്ളതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒടുവിൽ ആ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ജീവനറ്റു കിടക്കുമ്പോൾ പോലും അവർ ഇപ്പോഴും അക്യുപഞ്ചർ രീതിയിലൂടെ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ രീതിയിലൂടെ എങ്ങനെ കുഞ്ഞിന് ജന്മം നൽകാം എന്നാണ് അവർ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.